ഹലോ, അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷരീഫ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറിയാൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമേ നമ്മൾ ഇനി ഈ വർഷത്തെ റമദാൻ ബാക്കിയുള്ളൂ. എല്ലാവരും പെരുന്നാളിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്. പരിശുദ്ധമാക്കപ്പെട്ട പെരുന്നാൾ ദിവസം നമ്മൾ ആഘോഷ വിനോദങ്ങളിൽ ഒരിക്കലും അതിര് കവിയാൻ പാടില്ല. പരിധി വിട്ടുള്ള ആഘോഷ വിനോദങ്ങളിൽ പങ്കെടുക്കാതെ ഇസ്ലാം അംഗീകരിച്ച ആഘോഷ വിനോദങ്ങളിൽ മാത്രം ഒതുങ്ങി ഒരു മാസക്കാലമായി നാം നേടിയെടുത്ത നിസ്കാരം, നോമ്പ്, സ്വതക്ക, തറാവീഹ്, മറ്റു ആരാധന കർമ്മങ്ങളിലൂടെ നാം നേടിയെടുത്ത ആത്മീയമായ ചൈതന്യത്തെ പെരുന്നാൾ ദിവസത്തിന്റെ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ മണിക്കൂർ കൊണ്ട് കളഞ്ഞു കുളിക്കുന്ന ഒരു അവസ്ഥ നമ്മളിൽ നിന്ന് വരാൻ പാടില്ല. ആ ഒരു മാസക്കാലമായി നാം നേടിയെടുത്ത ആത്മീയ ചൈതന്യത്തെ നിലനിർത്തിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം അനുവദിച്ച ആഘോഷ വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടായിരിക്കണം നമ്മുടെ പെരുന്നാൾ ആഘോഷങ്ങൾ. ആഘോഷ വിനോദങ്ങൾക്ക് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് ഇസ്ലാമിക അന്തരീക്ഷത്തിലുള്ള ആഘോഷ വിനോദങ്ങളായിരിക്കണം. ഇസ്ലാം അംഗീകരിക്കുന്ന ആഘോഷ വിനോദങ്ങളായിരിക്കണം. ഇസ്ലാമിന്റെ ബൗണ്ടറി വിട്ടുള്ള ആഘോഷങ്ങളിൽ നാം പങ്കെടുക്കരുത്. പരിശുദ്ധ പെരുന്നാൾ ദിവസത്തിന് വലിയ മഹത്വങ്ങളുണ്ട്. ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. വളരെയധികം ആളുകളെ പെരുന്നാൾ ദിവസം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന അത്രയും വലിയ ഒരു മുസ്ലിമിന്റെ ഏതൊരു ആഘോഷം എടുത്തു നോക്കിയാലും അതിലൊക്കെ അള്ളാഹുവിനുള്ള ശുക്ർ ചെയ്യലാണ്. പ്രത്യേകിച്ച് പെരുന്നാളാകുമ്പോൾ നമ്മളൊരു മാസക്കാലം എടുത്ത ആരാധനക്ക് അതിലൂടെ അള്ളാഹു നമുക്ക് നരകമോചനം, പാപമോചനമൊക്കെ തന്നതിന് ഒരു ശുക്ർ ചെയ്യാനുള്ള ഒരു പ്രത്യേകത കൂടിയാണ്. അതുകൊണ്ട് ഒരു ദിവസം നമ്മുടെ ആഘോഷ വിനോദ നമ്മൾ ഇന്ന് അന്തസ്സോടെ പെരുന്നാൾ ആഘോഷിക്കാൻ കാരണമായ നമ്മുടെ സ്വന്തക്കാരും നമ്മുടെ കൂടപ്പിറപ്പിങ്ങളും ഇന്ന് 6 അടി മണ്ണിൽ കിടക്കുമ്പോൾ അവരെ ഓർക്കാതെ ഒരു പെരുന്നാളും ഒരു ദിവസവും നമ്മൾ ഇന്ന് കടന്നു പോകാൻ പാടില്ല. നമ്മുടെ കൂടപ്പിറപ്പിങ്ങൾക്ക് പെരുന്നാൾ ദിവസം നമ്മുടെ വീടുകളിൽ ആഘോഷം നടക്കുമ്പോൾ ആ കൂടപ്പിറപ്പിങ്ങളായ നമ്മുടെ പള്ളിക്കാടുകളിൽ കിടക്കുന്ന നമ്മുടെ കൂടപ്പിറപ്പിങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗിഫ്റ്റ് ഉണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന ദിക്ർ
300 പ്രാവശ്യം ചൊല്ലി അവരെ ഖബറിലേക്ക് ഹദിയ ചെയ്താൽ 1000 വർഷത്തെ പ്രകാശം അവരെ ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറക്കുമെന്നാണ്. അത് ചൊല്ലിയാൽ നമ്മൾ നാളെ മരിച്ചാൽ നമ്മുടെ ഖബറിലും അത് കിട്ടും. അതുകൊണ്ട് നമ്മൾ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ അവരുടെ ഖബറിൽ പോയി അല്ലെങ്കിൽ വീടുകളിൽ നിന്നോ ഒഴിവ് കിട്ടുന്ന സമയത്തെങ്കിലും ഈ ദിക്റ് ചൊല്ലി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന ദിക്റ് ചൊല്ലി 300 പ്രാവശ്യം ചൊല്ലി അവർക്ക് ഹദിയ ചെയ്ത് ദുആ ചെയ്യണം, മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയുവാനും അത് കേൾക്കുവാനും സ്വന്തം ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.